ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. റാഫീഞ്ഞയുടെ കരിയറിലെ ഏറ്റവും മികച്ച സീസൺ ആയിരുന്നു കഴിഞ്ഞ തവണ സംഭവിച്ചത്. FC ബാഴ്സലോണയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ റാഫീഞ്ഞയ്ക്ക് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ സീസണിൽ ആകെ 57 മത്സരങ്ങൾ കളിച്ച താരം 34 ഗോളുകളും 22 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ബാലൻഡിയോർ പുരസ്കാര പട്ടികയിൽ മുൻപന്തിയിൽ തന്നെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് റാഫീഞ്ഞ. ഏതായാലും താരത്തെ വരുന്ന സീസണിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോൾ ബാഴ്സയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്കിന്റെ പ്ലാൻ? അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത്, ഇടത് വിങ്ങിലേക്ക് നിക്കോ വില്യംസിനെ ലഭിക്കുകയായിരുന്നുവെങ്കിൽ റാഫീഞ്ഞയെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ ഉപയോഗപ്പെടുത്താനായിരുന്നു ഫ്ലിക്കിന്റെ പദ്ധതി. പക്ഷേ നിക്കോ വില്യംസിനെ ലഭിച്ചില്ല, ഡയസിനെയും ലഭിച്ചില്ല. റാഷ്ഫോർഡിനെ ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. റാഷ്ഫോർഡിനെ സ്ഥിരമായി കൊണ്ട് ഇടത് വിങ്ങിൽ ഉപയോഗപ്പെടുത്താൻ ഫ്ലിക്ക് ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ആ വിങ്ങിൽ റാഫീഞ്ഞ തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷേ സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് നമ്പർ 10 റോളിലും റാഫീഞ്ഞയെ കളിപ്പിക്കാനാണ് ഇപ്പോൾ ഫ്ലിക്ക് ഉദ്ദേശിക്കുന്നത്. റാഷ്ഫോർഡ് കളിക്കളത്തിൽ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്പർ 10 റോളിലായിരിക്കും റാഫീഞ്ഞ ഉണ്ടാവുക. അല്ലാത്ത പക്ഷം അദ്ദേഹത്തെ നമുക്ക് ഇടത് വിങ്ങിൽ കാണാൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് ഫ്ലിക്കിന്റെ പ്ലാനുകളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു ഘടകം തന്നെയാണ് റാഫീഞ്ഞ. കഴിഞ്ഞ സീസണിലേതിന് സമാനമായ ഒരു സീസൺ ഇത്തവണയും റാഫീഞ്ഞയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ FC ബാഴ്സലോണയുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിലൊക്കെ ഫ്ലിക്ക് നല്ല രൂപത്തിലുള്ള ഒരു ഫ്രീഡം റാഫീഞ്ഞയ്ക്ക് നൽകിയിരുന്നു. ഇടത് വിങ്ങിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലും ഒക്കെ കളിക്കാനുള്ള ഒരു ഫ്രീഡം ഫ്ലിക്ക് റാഫീഞ്ഞയ്ക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചിരുന്നത്. അതുപോലത്തെ ഒരു റോൾ തന്നെയായിരിക്കും ഇത്തവണയും അദ്ദേഹത്തിന് നൽകുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.